ഹായ്, നിങ്ങൾ ഈ പപ്പായ കണ്ടോ? ഞാൻ തന്നെ കുഴിച്ചിട്ട പപ്പായയാണ്. വളരെ ചെറുതായ സമയത്ത് എന്നോടൊന്ന് ചവിട്ടി മടങ്ങി പൂർണ്ണമായിട്ട് ഒടിഞ്ഞുപോയി. ശേഷം ഞാൻ ചെറിയൊരു ഈള് കുത്തി വെച്ച് ശരിയാക്കിയെടുത്തു. 2 ദിവസം കഴിയുമ്പോഴേക്ക് ഈളിൻ്റെ സഹായമില്ലാതെ നിവർന്ന് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ വളർന്ന് വലുതായി ഇത്രയായി. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വിത്തിന്, ഈ പപ്പായക്കുള്ളിലിരിക്കുന്ന ഒരു വിത്തിന് എത്ര പപ്പായ ഉണ്ടാവാനുള്ള ശക്തി! പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നില്ലേ? പക്ഷേ ഈ അത്ഭുതങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും മനസ്സും ഒരു മഹാത്ഭുതമാണ്. ഈ മഹാത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും നമുക്കിതിൻ്റെ പിന്നിലുള്ള ഒരു യൂണിവേഴ്സൽ പവറിൻ്റെ ശക്തി എന്താണെന്നുള്ളൊരു ബോധമുണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചശക്തിയെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകുകയുള്ളൂ. അത്രയും പവർഫുള്ളായുള്ള പ്രപഞ്ചശക്തിയാണ് നമ്മളൊക്കെ നയിക്കുന്നത് എന്നുള്ള നമുക്കില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും നമ്മളല്ല ദഹിപ്പിക്കുന്നത്, അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഹാർട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രപഞ്ചശക്തിയാണ്, യൂണിവേഴ്സൽ പവറാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സൽ പവറിന് താങ്ക് യു പറയണം, ദൈവത്തിന് നന്ദി പറയണം. ഓക്കെ, താങ്ക് യു.